ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റ്ലാൻഡിൻ്റെ ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഷീജാസ് ടേസ്റ്റ്ലാൻഡിൻ്റെ ഓണാശംസകൾ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസമാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സൂചി ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 1 കപ്പ് സൂചി ഗോതമ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്തൊന്നുമില്ല, ജസ്റ്റ് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. ഞാൻ 1 കപ്പാണ് എടുത്തത്. 1 കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തത്. അതിന് 3 കപ്പ് വെള്ളം ഒഴിച്ച്, നമ്മൾ ഏത് കപ്പിനാണ് മെഷർമെൻ്റ് എടുക്കുന്നത് അതിനൊരു 3 കപ്പ് എടുക്കണം. 1 കപ്പാണെങ്കിൽ 3 കപ്പ്. ഇതിപ്പം ഇതിൽ മുങ്ങി നിൽക്കത്തക്കവണ്ണം വെള്ളം വേണം. ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പായസത്തിന് നന്നായിട്ട് വെന്ത് കിട്ടണം, ഇല്ലെങ്കിൽ അത് തരിയായിട്ട് കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുക്കർ 2 വിസിൽ വന്ന് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ശർക്കര പാനിയാണ്. ഞാൻ നേരത്തെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 250 ഗ്രാം ശർക്കരയാണ് എടുത്തത്. അത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് ശർക്കര പാനിയിൽ ഇത് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് കുറുകി വരട്ടെ. കുറുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി തിളയ്ക്കണം. തിളച്ചൊന്ന് കുറുകണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മൾ ഏലക്കാപ്പൊടിയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറും കൂടെ ഇതിനകത്തെല്ലാം പിടിച്ചു കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവൂ. അടിക്കൊന്നും പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തം 3 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തത്. 2 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുത്തത്. ഇനി 1 കപ്പ് 1ാം പാല്, അത് കട്ടിപ്പാലാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് ഇത് ഒന്ന് കുറുകി കിട്ടണം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മുന്തിരിങ്ങ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. കുറച്ചും കൂടെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം.
കറക്റ്റ് പാകത്തിനാണ് ഇതിൽ മധുരമൊക്കെ ഉള്ളത്. കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ. ഒന്നാം പാല് ചേർത്താൽ പിന്നെ തിളയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവുകയേ ചെയ്യാവൂ. ഇത് 1 കപ്പുണ്ട്. ഒന്നാം പാല് നല്ല കട്ടിപ്പാലാണ്. ഒന്നാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂചി ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലോ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് നുറുക്ക് ഗോതമ്പ് പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഒരുപാട് താമസമൊന്നുമില്ല ഇതുണ്ടാക്കിയെടുക്കാൻ. തേങ്ങാപ്പാൽ എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കുന്ന ആ ഒരു താമസം കൂടെ ഉള്ളൂ. വേറെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.